ശബരിമലയെ സംബന്ധിച്ച് ഒന്നിനു പിറകെ ഒന്നായി നിരന്തരമായ വിവാദങ്ങളുടെ ഭൂമികയിൽ അതിനെ നിലനിർത്താനുള്ള, ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളുടെ ഒരു ഭൂമികയാക്കി അതിനെ മാറ്റാനുള്ള പരിശ്രമം കുറെ കാലമായി തുടങ്ങിയിട്ട്, അതിലുപരിയായി ശബരിമലയെയും അതുപോലെ അയ്യപ്പ ഭക്തന്മാരെയും ഹൈന്ദവ സമാജത്തെയും ഒരുപോലെ അവഹേളിക്കാനുള്ള നീക്കങ്ങളും നമുക്കറിയാം കുറച്ചു കാലമായി ശക്തിപ്പെടുകയാണ്. പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ഹൈന്ദവ ചേതന ഒറ്റക്കെട്ടായി ഉണർന്നപ്പോൾ ആര് അപ്രകാരം അവഹേളനത്തിന് നേർക്ക് തന്നെ തയ്യാറായോ അതിൽ നിന്ന് പിൻവലിയുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. തീർത്തും ഒരു സാകാരമായ ഭാവമെടുത്തുകൊണ്ട് ഹിന്ദു സമാജം, വിശേഷിച്ച് പറയട്ടെ കേരളത്തിലെ അമ്മമാര്, നാമജപങ്ങളോടുകൂടെ ഭജന കീർത്തനങ്ങളോടുകൂടെ ഇതുവരെ കേരളം കാണാത്ത വിധം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതുണ്ടാക്കി തീർത്ത ആ തരംഗം, ആ ശക്തി, ആ ചൈതന്യം എത്രമാത്രമെന്ന് നേരിട്ട് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ബാഹ്യമായിട്ടെങ്കിലും കുറേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പ്രത്യക്ഷമായി അറിയാം. പലരും തയ്യാറായി. എന്നാൽ ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബാഹ്യം എന്ന് പറയാൻ കാരണം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഉള്ളിലൂടെ ഹൈന്ദവ ചേതനയെ അപമാനിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ സാമാജികമായ ജാഗ്രത, ആ ജാഗ്രതയോടുകൂടിയ ഏകത, അതിൽ ന്യൂനത വരുത്താൻ സാധിക്കുന്നത്, തീർത്തും വിപരീതമായ ഭാവത്തിലേക്ക് നീങ്ങും എന്നുള്ളതിൽ ഒരു സന്ദേഹവുമില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ മുഖ്യമായ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പക്ഷെ ഈ വർഷം തന്നെ ഒന്ന് നോക്കൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ യഥാസമയമുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ യാതൊരു തരത്തിൽപ്പെട്ട ശാസ്ത്രീയ പരിശോധനകളുമില്ലാതെ അവിടുത്തെ പരമ്പരാഗതമായുള്ള ഓരോ ആചാരത്തെയും നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി അവിടുത്തെ ഭസ്മക്കുളം തന്നെ മാറുമായിരുന്നു. പക്ഷേ ജാഗ്രതയുള്ളൊരു സമൂഹം ഇപ്പുറത്തുണ്ടെന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ബഹുമാന്യ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ആ വിഷയം വന്നതും ഇന്ന് ആ നീക്കം തടഞ്ഞിട്ടുള്ളതും. എന്തിനാണ് ഈ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ച് കേരളത്തിലെ ഹിന്ദു ഭക്ത സമൂഹത്തെ സംബന്ധിച്ച് സദാ ജാഗ്രത എല്ലാ വിഷയങ്ങളിലും പുലർത്തേണ്ടുന്ന, സദാ എല്ലായ്പ്പോഴും നിരീക്ഷണത്തോടുകൂടി വർത്തിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ വാർത്തകൾ പരമ്പരാഗതമായുള്ള ആചാരങ്ങളെ ഇല്ലാതാക്കുന്നു. ഇപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, അവിടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരമാണ്. അവിടെ അയ്യപ്പസ്വാമിയുടെ ദർശനത്തോടൊപ്പം മാതൃസ്ഥാനീയയായ മാളികപ്പുറത്തമ്മയുടെ അരികെ ദർശനം ചെയ്യണം. ആ ദർശനം ചെയ്യുന്ന സമയത്ത്
കന്നിക്കാര് പ്രത്യേകിച്ച് മാളികപ്പുറങ്ങളും തേങ്ങ ഉരുട്ടുന്ന ചടങ്ങ് അവിടെ ഉള്ളതാണ്. അവിടെ തേങ്ങ ഉടയ്ക്കരുതെന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കണം, പക്ഷെ മാളികപ്പുറത്ത് തേങ്ങ ഉടയ്ക്കരുത്, തേങ്ങ ഉരുട്ടണമെന്ന്. ഇത് ചിദാനന്ദപുരസ്വാമി പറയണതല്ല, പരമ്പരാഗതമായി പോയിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളതും അറിയുന്നതുമായ ആചാരമാണ്. എന്നല്ല, 1920കളിൽ സംസ്കൃത വിദ്വാനും ഹൈന്ദവാചാരങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അറിയുന്നവരുമായ വിദ്വാൻമാർ രചിച്ച ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പരാമർശിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. കണ്ടിട്ടില്ലെങ്കിൽ അത് ഷെയർ ചെയ്യാം. ആ പേജ് മിക്കവാറും പേരുടെ കയ്യിൽ അത് കിട്ടുന്നതാണ്. അതിനൊക്കെ വേണം ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ ആചാരങ്ങൾ ഓരോന്നിനെയും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? ചിന്തിക്കേണ്ടതാണ്. ആർക്ക് വേണ്ടി? ആരൊക്കെ ചേർന്ന കൂട്ടുകെട്ടുകളാണ് ഇതിനൊക്കെ കാരണമാകുന്നത്? അഥവാ ആരെയൊക്കെ വിലക്കെടുക്കുന്നു? ഇത് നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അടിവേരുകൾ എങ്ങൊക്കെയോ വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, സദാ ജാഗ്രതയുള്ളൊരു സമാജ ചേതനയെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതി ആപത്കരമാണെന്നുള്ളത്. ഇവിടെ അയ്യപ്പനും വാവര് സ്വാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും ചിദാനന്ദപുരസ്വാമി ഇപ്പോൾ വിസ്തരിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ അറിവിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ, വൈദികമായ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചാണെങ്കിൽ, അഥവാ ഐതിഹാസികമോ പൗരാണികമോ ആയ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചാണെങ്കിൽ നമുക്ക് പ്രമാണസഹിതം പറയാൻ കഴിയും. ഇന്ന വേദത്തിൽ പറഞ്ഞ, അഥവാ ഇന്ന ഇതിഹാസത്തിൽ ഇന്ന ഭാഗത്ത്, അല്ലെങ്കിൽ പുരാണത്തിൽ ഇന്ന ഭാഗത്ത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്നാൽ ഭാരതത്തിലുടനീളം വൈദികമായ സമ്പ്രദായത്തിന് അനുസൃതമായി, വിവിധങ്ങളായ മന്ത്രതന്ത്ര വിധാനങ്ങൾക്ക് അനുസൃതമായി ഗുരുപദേശക്രമത്തിലും മറ്റും പിന്തുടർന്നു പോരുന്ന ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഭാരതത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭാരതത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട്. അയ്യപ്പനെന്ന്, അയ്യനാരെന്നൊക്കെ പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ പ്രചരിതമായ ദേവതാ സങ്കല്പം നമുക്ക് വേദത്തിലോ പുരാണത്തിലോ ഉള്ളതല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ദേവതാ സങ്കല്പങ്ങളെ പോലുള്ളതാണ്. അതുകൊണ്ട് ഇന്ന പ്രമാണ ഗ്രന്ഥത്തിനനുസരിച്ച്, വേദത്തിനനുസരിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ? നൂറ്റാണ്ടുകളായി എങ്ങനെയൊക്കെ ആചരിച്ചു പോന്നു, അതിനെ സംബന്ധിച്ച് പ്രാചീന ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു, നമ്മെ നാമാക്കിയ ഗുരുഭൂതന്മാർ എങ്ങനെ കാണിച്ചു തന്നു, ഈ ദൃഷ്ടിയിലാണ് നമുക്ക് നോക്കാനുള്ളത്. സർവോപരി ഒരു കാലഘട്ടത്തിൽ ഒരു ആചാരവിശേഷം തുടർന്നു വന്നതിൻ്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നിന്ന് സമൂഹം മാറുന്ന സമയത്ത് അത് പുനഃചിന്തനങ്ങൾക്ക് വിധേയമാകേണ്ടത്. ഇപ്പൊ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാലഘട്ടത്തിൽ ഒരാചാരവിശേഷം വന്നതെങ്ങനെ, അത് അശാസ്ത്രീയമാണെങ്കിൽ പോലും അത് വന്ന പശ്ചാത്തലം, കാലഗതിയിൽ മാറ്റങ്ങൾ വന്ന് സമൂഹ ചേതനയിലും വ്യവഹാരങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അത് പുനഃചിന്തനം ചെയ്യപ്പെടണം എന്നുള്ളത്. ഇതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പലരും തീർത്തും ഹൈന്ദവാചാരക്രമമായ ഹൈന്ദവ വിശ്വാസത്തിനനുസൃതമായി ഉപാസിക്കപ്പെടുന്ന, നിയമമനുസരിച്ചും അപ്രകാരം നിലകൊള്ളുന്ന ശബരിമല ക്ഷേത്ര സങ്കേതത്തെ, ആവർത്തിക്കട്ടെ, തീർത്തും ഹൈന്ദവ വിശ്വാസ ആചാരപ്രകാരം നിലകൊള്ളുന്നതും നിയമപരമായും അങ്ങനെ നിലനിൽക്കുന്നതുമായ ക്ഷേത്ര സങ്കേതത്തെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനമായി വാഴ്ത്താറുണ്ട്. അങ്ങനെ വാഴ്ത്തുന്നത് സന്തോഷകരം തന്നെയാണ്. എന്നാൽ
അയ്യപ്പസ്വാമിയിൽ സമ്പൂർണ്ണ സമർപ്പണ ഭക്തിയോടുകൂടി അവിടെ പോകുന്ന ഭക്തജനങ്ങൾ ഒരു വിശേഷവുമില്ലാതെ നിങ്ങൾ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ഏത് ദേശത്തുനിന്ന് വന്ന ആളാണെന്നോ ഉള്ള പരിഗണനയില്ലാതെ എല്ലാവർക്കും അവിടെ സ്വാഗതമുണ്ട് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നതെങ്കിൽ സ്വീകാര്യമാണ്. എന്നാൽ ആ അർത്ഥത്തിലല്ല പലപ്പോഴും പറയുന്നത്. മറിച്ച് അവിടെ അയ്യപ്പനോട് ചേർന്ന്, ഈ പൂജാവിധാനങ്ങളോട് ചേർന്ന് വാവരുണ്ട്. വാവരാരാണ്? വാവർ മുസൽമാനാണ്. ഇസ്ലാമിക ചര്യയും ഹൈന്ദവ ചര്യയും ഒത്തൊരുമിച്ച് സമഞ്ജസമായി ചേർന്ന് നിൽക്കുന്ന മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയാണ് അവിടെ എന്നാണ് പറയുന്നത്. ലളിതമായൊരു ചോദ്യം. ഈ ചോദ്യം ഇവിടെയുള്ള ഈ കൂട്ടത്തിൽ ഉള്ള ഇസ്ലാമിക സഹോദരന്മാരാണ് മറുപടി പറയേണ്ടത്, അഥവാ അവർക്ക് ഉദ്ബോധനം ചെയ്യുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മറുപടി പറയേണ്ടത്. കാരണം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ഉപാസിക്കാൻ പാടില്ല എന്നല്ല, ഏറ്റവും കൊടിയ പാപം വിഗ്രഹോപാസനയാണ്. അവർ വിഗ്രഹോപാസന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. അത് വേറെ പ്രകരണത്തിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം അല്ലാഹു അല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപരാധമാണ് വിഗ്രഹോപാസന ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വിഗ്രഹോപാസന ചെയ്യരുതെന്ന് മാത്രമല്ല, അതിൽ പങ്കുപറ്റാൻ പാടില്ല. പങ്കുപറ്റിയാൽ അത് അനിസ്ലാമികമാണ്. എന്നിരിക്കെ മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയായി വാഴ്ത്തി കാണിക്കുന്ന ഈ സംഗതി, ഏത് സംഗതി? അയ്യപ്പസ്വാമിയോട് ചേർന്ന് അവിടെ നിലകൊള്ളുക എന്നുള്ളത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇതാണ് ലളിതമായ ചോദ്യമാണ്. അനിസ്ലാമികമാണെങ്കിൽ അനിസ്ലാമികമായത് ചെയ്തിട്ട് അത് മതേതരത്വത്തിൻ്റെ മഹനീയ മാതൃകയായിട്ട് ഉയർത്തി കാണിക്കരുത്. അല്ല, ഇസ്ലാമികമാണെങ്കിൽ തുറന്ന് സമ്മതിച്ച് വരൂ, ക്ഷേത്രോപാസനയ്ക്ക് വരൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തിരാഹിത്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാം. ഇത് പറയാൻ കാരണം, അയ്യപ്പസ്വാമിയുടെ ഉപാസന, അവിടെ അയ്യപ്പസ്വാമി എന്ന് പറയുമ്പോൾ ശബരിമലയെ സംബന്ധിച്ച് വിശിഷ്ടമായ സാധാരണ ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രമാണ്, ക്ഷേത്രോപാസനയുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ ക്ഷേത്രോപാസനയോടൊപ്പം തന്നെ ധർമ്മശാസ്താവിൽ ഭഗവാൻ അയ്യപ്പസ്വാമി സമാഹിതമായ അല്ലെങ്കിൽ സമാഹിതനായ സ്ഥലമാണത്. ആ അയ്യപ്പസ്വാമി യോഗിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ സമാഹിതനായ സ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ശബരിമലയ്ക്ക് വിശേഷത കൽപ്പിക്കുന്നത്. മറ്റയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ എത്രമാത്രമുണ്ട്? അതിൽ നിന്ന് ഭിന്നമായി ശബരിമലയുടെ വിശേഷം, അവിടെ ഭഗവാൻ ധർമ്മശാസ്താവിൽ സമാഹിതനായി. ആ നിലയ്ക്കാണ് നമ്മൾ ക്ഷേത്രത്തിനപ്പുറത്തായിട്ട് മണിത്തറയിൽ ആരാധന ചെയ്യുന്നത്. അവിടെ വിശിഷ്ടങ്ങളായ ചടങ്ങുകളുണ്ട് പ്രതിവർഷം. ശ്രദ്ധിക്കുക. ഇത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയ കാമുകയായി മാറ്റപ്പെട്ടില്ലേ? അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയയാണ് മാളികപ്പുറത്തമ്മ. ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അവിടെ മകരം 1 മുതൽ 5 ദിവസം നടക്കുന്ന ചടങ്ങുകളുണ്ട്. അവിടെ വിശിഷ്ടങ്ങളായ ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് അവിടെ മണിത്തറയിൽ നിന്ന് എഴുന്നള്ളിച്ച് താഴേക്ക് കൊണ്ടുപോയി നായാട്ട് വിളികളോടുകൂടിയുള്ള എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ട് മാളികപ്പുറത്ത് അമ്മയുടെ മുമ്പിലെത്തുമ്പോൾ അയ്യപ്പസ്വാമി കുനിയുന്നുണ്ട്. അമ്മയുടെ മുമ്പിലാണ് കുനിയുന്നത്, കാമുകിയുടെ മുമ്പിലല്ല. ഇത്തരം ആചാരങ്ങൾ ഉണ്ടായിരിക്കെ
ഇതിൻ്റെ എല്ലാം അനുഷ്ഠാനങ്ങൾ നിലവിലുണ്ടായിരിക്കെ എങ്ങനെ ചുരുങ്ങിയ വർഷങ്ങളെ കൊണ്ട് അമ്മയെ കാമുകിയാക്കി മാറ്റാൻ കഴിഞ്ഞു? ശാസ്ത്രബോധമില്ലാത്ത, ഒരു ധാരണയുമില്ലാത്ത സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കും. അത് ചമൽക്കാരപൂർവ്വം പറഞ്ഞപ്പോൾ, അത് സിനിമയിലൂടെ വന്നപ്പോൾ അത് ജനമനസ്സിൽ പ്രതിഷ്ഠിതമായി. പിന്നെ ചോദ്യമില്ല. അതിനെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പാട്ടും വന്നു, പിന്നെ മറ്റ് കലാരൂപങ്ങളും വന്നു. ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് അമ്മ കാമുകിയായി. ഇത് തന്നെയാണ് ഓരോ സങ്കല്പത്തിലും വന്നു ചേരുന്നത്. അവിടെ കൊച്ചുകടുത്ത സ്വാമി, കടുത്ത സ്വാമി തുടങ്ങിയ ദേവതാവിശേഷങ്ങൾ, ആ ദേവതാവിശേഷങ്ങളെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ വാവരെന്ന് പറയുന്ന സമയത്ത് ലളിതമായ ചോദ്യം ഇതാണ്: അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇനി നമുക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരാം, എരുമേലിയിലേക്ക്. എരുമേലിയിൽ അവിടെ വളരെയധികം വരുമാനവും ആൾവരവും നടവരവും ഒക്കെയുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോകുന്ന ഒരു ഭക്തൻ എന്താ എഴുതി വെച്ചത് കാണുന്നത്? ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം, മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാകുന്നു. വളരെ ലളിതമായ ഒരു വാക്യം. അതിൽ എഴുതി വെച്ച് നിങ്ങൾ പോയി നോക്കിക്കോളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും അസത്യമോ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ആരാധനാർഹൻ സർവശക്തനായ ദൈവം മാത്രം. ഒരു വിരോധവും ഇല്ല. സന്തോഷം, ശരിയാ, ഒരു വിരോധവും ഇല്ല. അവിടെ മറ്റൊരു ഉപാസനാ മാർഗത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സർവശക്തനായ ദൈവം ആരാന്നവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത വാക്യം വായിക്കുക, ആ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന സമയത്ത് വ്യക്തമായി ഇസ്ലാമിക വിശ്വാസമനുസരിച്ചുള്ള അല്ലാഹു അല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കരുത് എന്നുള്ളതാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വരി വരില്ല. അതെങ്ങനെയാണ് ഈ ക്ഷേത്രമായിട്ട് കൂട്ടിഘടിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ക്ഷേത്രോപാസനയുടെ ഭാഗമാകുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ കഴിയാതെ ആരാണ്ടെങ്കിലും പാടിയ പാട്ടുകളും ആരാണ്ടെങ്കിലും പറഞ്ഞു തന്ന കഥകളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിവേകരഹിതന്മാരായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം എത്ര കാലം വരെ മുന്നോട്ട് പോകണം? യുക്തിപൂർവം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവിടെ രണ്ട് സ്ഥലത്ത്, അപ്പുറത്ത് ധർമ്മശാസ്താവിന്റെ സങ്കേതം ഇരിക്കുകയാണ്, എരുമേലി ധർമ്മശാസ്താവിന്റെ സങ്കേതം ഇരിക്കുന്നു. ആ ധർമ്മശാസ്താവിന്റെ സങ്കേതത്തിൽ പോയി നമസ്കരിക്കുന്നവനും കാണിക്ക അർപ്പിക്കുന്നവനും തന്നെയാണ് ഇപ്പുറത്ത് പോയിട്ട് ഈ നമസ്കരിക്കുകയും കാണിക്ക അർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കാണിക്ക ഒന്ന് സർക്കാർ ഏജൻസി കൊണ്ടുപോകും, മറ്റത് മത ഏജൻസി കൊണ്ടുപോകും. ആ മത ഏജൻസി ഒരു തട്ടിപ്പും ഇല്ലാതെ അവരുടെ ആശയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തട്ടിപ്പും ഇല്ലാണ്ട് സത്യസന്ധമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ ആദർശം. ആ ആദർശം വ്രതശുദ്ധിയോടുകൂടി പോകുന്ന ഒരാള് കെട്ട് നിറച്ച്, എന്താ കെട്ട്? ഭഗവാന് സമർപ്പിക്കാനുള്ള മുൻകെട്ട്, തൻ്റെ വൈയക്തികമായ ആവശ്യത്തിനുള്ള പിൻകെട്ട്. പിൻകെട്ട് ഇപ്പൊ കാര്യമായിട്ട് വേണ്ടാട്ടുവോ ഇല്ലേ? ഇപ്പൊ പിൻകെട്ട് കാര്യമായിട്ട് ആവശ്യമില്ല. എന്താ കാരണം? പണ്ട് നമ്മൾ 41 ദിവസം വ്രതമെടുത്ത് വൃശ്ചികം 1 മുതൽ ചുരുങ്ങിയത് ധനു 10 വരെ വ്രതം നോറ്റ് കെട്ട് നിറച്ച് അതികഠിനമായ യാത്ര ചെയ്ത് നടന്ന് മകരം 1-ാം തീയതി അവിടെ ദർശനം ചെയ്യുന്ന ക്രമത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ വൈയക്തികമായ ആവശ്യത്തിനുള്ള എല്ലാം പിൻകെട്ടിൽ വേണം. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ പോണത്. അതുകൊണ്ട് പിൻകെട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ മലിനമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇരുമുടിക്കെട്ട് എന്നുള്ള സങ്കല്പത്തിൽ എന്തെങ്കിലും ഒരു സമർപ്പണത്തിന് അരിയോ മറ്റോ കൊണ്ടുപോയാൽ മതി. പക്ഷേ മുൻകെട്ട് ഭഗവാനുള്ളതാ, ഭഗവാന് സമർപ്പിക്കാനുള്ളതാ.
അതിലൊരു കാരണവശാലും പ്രകൃതി വിരുദ്ധമായ ഒരു വസ്തു കൊണ്ടുപോകാൻ പാടില്ല. അത് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കൂടെ തന്നെയാണ് നമ്മളും. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല, ആ പരിശുദ്ധമായ കാനന സങ്കേതത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോയി മലിനമാക്കാൻ പാടില്ല. പക്ഷേ മറ്റൊരു സമർപ്പണവും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴോ, കർപ്പൂരം വേണ്ട, ചന്ദനത്തിരി വേണ്ട, ഇവിടെ ഇവയുടെ പേരിലുള്ള മലിന വസ്തുക്കൾ കൊണ്ടുപോകരുതെന്ന് പറയാം. ഇപ്പൊ നമ്മൾ മിക്കവാറും നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കർപ്പൂരം എന്ന് പറഞ്ഞ വസ്തു കർപ്പൂരമായിട്ട് കുല ബന്ധമില്ലാത്ത വസ്തുവാണ്. കത്തിച്ചു കഴിഞ്ഞാൽ വല്ല ആവി എഞ്ചിന് പോണ പോലെയാ പുക പോവുക. കർപ്പൂരം കത്തിച്ചാൽ പുക ഉണ്ടാവുമോ? എന്തോ ഹൈഡ്രോ കാർബൺസ് ആണ്. ഈ ഹൈഡ്രോ കാർബൺസ് കൊണ്ടുപോകരുത് എന്നല്ല, നിങ്ങളെ വീട്ടിലും കത്തിക്കരുത്, അമ്പലങ്ങളിലും കത്തിക്കരുത്. ഇതിനേക്കാൾ ഭീകരനാണ് ഇന്ന് ചന്ദനത്തിരി, അഗർബത്തി എന്നൊക്കെ പറഞ്ഞ് വാങ്ങണ സാധനം. അത് കത്തിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ ക്യാൻസർ ഉറപ്പാ, ഒരു സംശയമില്ല. ഇന്ന് നമ്മളെ ഈ പൂജകന്മാരെയൊക്കെ സ്ഥിതി എന്താവുന്നാവോ? കാരണം ശ്രീകോവിലിൽ ഇത് കത്തിച്ചിട്ട് വാതിലടച്ചിട്ടാ പൂജ ചെയ്യുക. ഒരു 5 മിനിറ്റ് ദിവസവും ശ്വസിച്ചാൽ തന്നെ എന്താ ഉണ്ടാവുക? ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഈ അടുത്തായിട്ട് എനിക്ക് ജപം ചെയ്യുമ്പോൾ നല്ല ഏകാഗ്രത വരുന്നുണ്ട്, നല്ല ധ്യാനം, ഒരു സമാധിയുടെ അവസ്ഥ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സാധനം കത്തിച്ചു വെച്ചിട്ടാണോ ഇരിക്കാറ്? ആ എന്നാ അതാ, വേറൊന്നും അല്ല, മയങ്ങി പോവുകയാണേ. ഒരു പരസ്യം കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന്. ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. ഹെവനാണോ ഹെല്ലാണോ എന്ന് നമുക്കറിയില്ല, എന്തായാലും എവിടെയൊന്ന് എത്തും, സംശയമില്ല. അപ്പൊ ഇങ്ങനത്തെ വസ്തുക്കൾ കൊണ്ടുപോകരുത്, 100% നമ്മളതിന് യോജിപ്പാണ്. എന്നാൽ കൊച്ചു കുട്ടിയുടെ അരികെ പോകുമ്പോഴും ഗുരുനാഥന്റെ അരികെ പോകുമ്പോഴും ദേവതയെ കാണാൻ പോകുമ്പോഴും രാജാവിനെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടുകൂടി പോകരുതെന്നാ നമ്മെ പൂർവികന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. കൊച്ചുകുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ എന്താ വേണ്ടേ? എന്തായാലും മിഠായിയോ ബിസ്ക്കറ്റോ വല്ല JCBയോ തോക്കോ എന്തെങ്കിലും കൊണ്ടുപോകണം. എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ. അതുപോലെ ഗുരുനാഥന്റെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. ഗുരുനാഥന്റെ കയ്യിൽ വെറും കൈയോടുകൂടി പോകാൻ പറ്റില്ല. ദേവതയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകാൻ പാടില്ല, സമർപ്പണ ദ്രവ്യത്തോടു കൂടി വേണം പോവുക. പിന്നെ രാജാവ് ഒന്നും ഇല്ല എന്ന് വെച്ചോളൂ, നമ്മെ സംബന്ധിച്ച് രാജാവില്ല. അപ്പൊ ഈ 3 സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സമർപ്പണം വേണം. അത് നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. എന്നാൽ ശുദ്ധമായ ദ്രവ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആചാരം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ, സമർപ്പിക്കുക എന്നുള്ള ഭക്തന്റെ അധികാരം തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ, ക്രമികമായി ഒന്നൊന്നായി നമ്മുടെ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടേ അതിനെ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ വാവരുടെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ഏറെ പറയാൻ സാധ്യമല്ല. ഒന്ന് മാത്രം പറയുന്നു, ഒന്ന് മാത്രം. എരുമേലിയിൽ ഒരു കാരണവശാലും അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വാപുര സങ്കല്പമോ ഇല്ല. അതടുത്ത കാലത്ത് പടച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, അവരെ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയില്ല. കാരണം അവർ സത്യസന്ധമായി അവരുടെ ആദർശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചതിൻ്റെ ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണിച്ചാൽ നിങ്ങളെല്ലാവരും കാണില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും പോണവർ ഇവിടെ ഉണ്ടാവും വെച്ചാൽ ഫോട്ടോ എടുക്കുക. അതിൻ്റെ വ്യക്തമായിട്ട് അവരുടെ ആദർശം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വ്രതം നോറ്റ് കെട്ട് നിറച്ച് ഭഗവത് ദർശനത്തിന് പോകുന്ന ആള് അത്തരമൊരു സങ്കേതത്തിൽ പോയി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? കാരണം അവിടുന്ന് പറഞ്ഞ ഇത് നിന്റെ വിശ്വാസം ശരിയല്ല എന്നാണ്. നീ ആരെ ആരാധിക്കാൻ പോകുന്നു അവൻ ആരാധനയ്ക്ക് അർഹനല്ല എന്നാ പറയണത്. ഇത് മലയാളത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്, മലയാളിക്ക് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. അപ്പൊ നീ ആരുടെ അടുത്ത് ആരാധനയ്ക്ക് പോകുന്നു അവൻ ആരാധന അർഹനല്ല എന്ന് സ്പഷ്ടമായി പറയുന്നിടത്ത് എങ്ങനെയാ പിന്നെ അറിയില്ല എന്ത് വ്രതാ പിന്നെ ഉണ്ടാവുക ബാക്കിയുള്ളവർക്ക്? ചിന്തിച്ചാൽ നല്ലതാ. ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 1900
30 മുമ്പ് തന്നെ ദേവസ്വം മാനുവലിൽ ശബരിമലയിലെ ഉപദേവതകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വാവര് സ്വാമി എന്നാ പറഞ്ഞിട്ടുള്ളത്. വാവര് സ്വാമി. സ്വാമി എങ്ങനെയാ ഇസ്ലാമിക സംജ്ഞയിൽ വരിക? ഇത് ഇസ്ലാമിക വിദ്വാൻമാർ മറുപടി പറയണം. ഇത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇത് പറയേണ്ട ഹിന്ദു സമൂഹമല്ല. പറഞ്ഞില്ലെങ്കിൽ അത് സത്യസന്ധതയല്ല. ഇത് അനിസ്ലാമികമാണെങ്കിൽ അത് പറയുക, ഇസ്ലാമികമാണെങ്കിൽ അത് പറയുക. കുറച്ചും കൂടി കടന്ന് നമുക്ക് മുന്നോട്ട് വരാം. ഭൂതനാഥ സർവസ്വത്തിൽ വാപുരനോ വാപരനോ വാവരോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചർച്ചകൾ ഉള്ള അധ്യായമുണ്ട്. അവിടെ പന്തളത്ത് നിന്ന് ഈ വാവർ നടയിൽ വാവരുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ദ്രവ്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 2 തരം അരിയും പണവും, 2 തരം അരിയുണ്ട്. ഉണങ്ങലരി, പിന്നെ വേറെ അരിയുണ്ട്, പിന്നെ പണമുണ്ട്, കർപ്പൂരമുണ്ട്, എണ്ണയുണ്ട്. ഈ വിഹിതങ്ങൾ പ്രതിവർഷം പൂജ ചെയ്യാൻ വേണ്ടിയാകുന്നു നൽകുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവർ ഇത് സ്വീകരിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ കൃത്യമായി നടത്തേണ്ടതാകുന്നു. ഇതിൽ ഒരതിശയോക്തിയില്ല, ന്യൂനോക്തിയില്ല. ശ്രദ്ധിക്കുക. ചോദ്യം: ഈ കർപ്പൂരം, എണ്ണ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പൂജ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇസ്ലാമികമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സന്തോഷം. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും സ്വാഗതം. നമുക്ക് ഒന്നിച്ച് ക്ഷേത്രാരാധന ചെയ്യാം. അല്ല, അനിസ്ലാമികമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പിന്നെ മതേതരത്വം ആവുക? ചൂഷണല്ലേ ആവുള്ളൂ, തെറ്റിദ്ധാരണ ജനിപ്പിക്കലല്ലേ ആവുള്ളൂ. ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കലിന് ഇനിയും എത്ര കാലം ഈ ഹിന്ദു ഭക്തന്മാർ എന്ന് പറയുന്നവർ വിധേയരാവണം? ഈ ചോദ്യം ഓരോരുത്തരും ചോദിക്കുക, ചോദിച്ചേ മതിയാവും. കാരണം ഇനിയും കാലം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ പല അവതാരങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്റെ വ്രതം പൂർത്തിയാവണമെങ്കിൽ വെളുത്തച്ഛനെയും പോയി ദർശിക്കണം, എന്നാലേ മതേതരത്വം പൂർണ്ണമാവും. അത് ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛൻ ആർത്തുങ്കൽ പള്ളിയിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ചിലർ തുടങ്ങിക്കഴിഞ്ഞു. പവിത്രമായി ഗുരുനാഥന്റെ അടുത്തുനിന്ന് അവനവന്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് മുദ്ര ധരിച്ച് അയ്യപ്പനെ ദർശിച്ചിട്ട് ആർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് മാല ഊരുക. വലിയൊരു സംഗതിയാണേ. അത് നൽകുന്നൊരു സന്ദേശമുണ്ടേ. ക്ഷേത്രത്തിൽ നിന്ന് ധരിച്ച മാല പള്ളിയിൽ പോയിട്ട് ഊരുക. സന്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആരാത്? അയ്യപ്പന്റെ ഗുരുവാ. മറ്റത് കൂട്ടുകാരനായിരുന്നു. ഇതിപ്പോ ഗുരുവാ, പുതിയതാ. ഇപ്പൊ വ്യാപിച്ചു, പെട്ടെന്ന് വ്യാപിച്ചു. കാര്യം സ്പോൺസർമാർ കൂടുതലുണ്ട്, സ്പോൺസർമാർ വളരെ കൂടുതലാ. അപ്പൊ ഞാൻ അന്വേഷിച്ചത് ആരുടെ ഇത് ആർത്തുങ്കൽ പള്ളിയിൽ? അത് വെളുത്തച്ഛനാണ്. ആരാത്? അവിടെ ഫാദർ ഫെനീഷ്യോ ആണ്. ഫാദർ ഫെനീഷ്യവും അയ്യപ്പനും തമ്മിൽ ഒരു ബന്ധവുമില്ല, കുല ബന്ധവുമില്ല. വെളുത്തുണ്ട്. വെളുത്തുള്ളത് മുഹമ്മേല് അയ്യപ്പൻ പഠിച്ചതായ കളരിയില് ആയിട്ട് ബന്ധപ്പെട്ട് വെളുത്തയെ കുറിച്ച് പരാമർശമുണ്ട്. വെളുത്ത എങ്ങനെയാ വെളുത്തച്ഛനാവുക? വെളുത്തച്ഛൻ എങ്ങനെയാ ആർത്തുങ്കൽ പള്ളിയിൽ പോയിരിക്കുക? അപ്പൊ മതേതരത്വം പൂർണ്ണമായല്ലോ. ഇത് പണ്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടുള്ള കഥ ഉണ്ട്. 2 പേര് കൂടിയിട്ട് കുറച്ച് ചില്ലുവാനൊക്കെ സ്വരൂപിച്ച് ഒരു കൈക്കോട്ടും ഒരു പായയും വാങ്ങിത്രേ. അപ്പൊ വീതം വെച്ച ആള് പറഞ്ഞു, എന്തായാലും നിനക്കാണല്ലോ അപ്പൊ ആദ്യം തരേണ്ടത്, അതുകൊണ്ട് പകൽ നീ പായ എടുത്തോളൂ, എനിക്ക് രാത്രി തന്നാ മതി. അപ്പൊ പിന്നെ ഞാൻ കൈക്കോട്ട് എടുത്തോളാം പകല്, ഞാൻ രാത്രി ആകുമ്പോൾ കൈക്കോട്ട് അങ്ങോട്ട് തരാം. ഇത് പണ്ട് കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് ലോകവ്യവഹാരം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. പുതിയ കഥ ചിദാനന്ദപുരി സ്വാമി ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതുപോലെ ആയാൽ പറ്റുമല്ല.
ഒന്നൊന്നായി ആചാരങ്ങൾ ലംഘിക്കപ്പെടുക, ഒന്നൊന്നായി ഹൈന്ദവ ചേതന നിന്ദിക്കപ്പെടുക ഒരു ഭാഗത്ത്. ചേതന നിന്ദിക്കപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ സങ്കേതങ്ങൾ തന്നെ അക്ഷരാർത്ഥത്തിൽ അപഹരിക്കപ്പെടുക. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുറേ സംഭവങ്ങൾ ഓർമ്മിച്ചാൽ മതി. പൊതുകൃഷിക്ക് ക്ഷേത്രഭൂമി മാറ്റിവെക്കുന്നത്, കളിസ്ഥലമുണ്ടാക്കാൻ ക്ഷേത്രഭൂമി കൊടുക്കുന്നത്, ലീസിന് ക്ഷേത്രഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നത്, ഒരു കാരണവശാലും 5 പൈസ പോലും ഹൈന്ദവ കാര്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ആക്ടിനനുസരിച്ച് നിലനിൽക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് 10 കോടി രൂപ എടുക്കുന്നത് എന്തായാലും ഹൈക്കോടതി തടഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഭാഗത്ത് കൂടെ നമ്മുടെ ചേതനയെ അവഹേളിക്കുകയും നമ്മുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും മറ്റൊരു ഭാഗത്ത് കൂടെ ഈ ചൂഷണങ്ങളും കൊള്ളയും തുടരുകയും, ഇനി വേറൊരു ഭാഗത്ത് പുതിയ ഓരോ പ്രതിഷ്ഠകളെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ തീർത്തും ഉണരുന്ന ഒരു ചേതനയെ എങ്ങനെ ചവിട്ടി മതിക്കാൻ പറ്റും എന്നുള്ള കണക്കുകൂട്ടലോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, സമാജത്തോട് ജാഗ്രതയായിരിക്കുക. ആ ജാഗ്രതയ്ക്ക് ഉപാസനയുടെ ബലമുണ്ടായിരിക്കുക, അനുഷ്ഠാനത്തിൻ്റെ കരുത്തുണ്ടായിരിക്കുക. അങ്ങനെ അനുഷ്ഠാനത്തിൻ്റെ കരുത്തോടുകൂടി നിത്യ ഉപാസനാ പദ്ധതി നൽകുന്ന ബലത്തോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കാൻ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടനുഭവിക്കുന്നുണ്ട്. ഒട്ടനവധി. ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും നോക്കണ്ട. ശക്തയ ഉപാസനയുടെ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമായിരുന്നു അത്. ശക്തിയാണ് ഉപാസന, അശക്തിയല്ല. നമ്മളിവിടെ നിൽക്കുന്നത് ശക്തിയുടെ ഭൂമിയിലാണ്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ കാലാന്തരത്തിൽ അതിൽ ന്യൂനതകൾ വന്ന സമയത്ത് ശക്തിയുടെ സ്ഥാനത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബംഗ്ലാദേശിൽ നോക്കിയാൽ മതി. ഏറ്റവും അധികം ശക്തിവാസന നടന്ന സ്ഥലമാണത്. ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. അപ്പോ ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. ബംഗ്ലാദേശ് ഓരോ ദിവസവും ആയിരക്കണക്കിന് നമ്മുടെ സഹോദരിമാര് പിച്ചി ചീന്തപ്പെടുന്ന, ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുന്ന, ഒന്നൊന്നായി നമ്മുടെ സങ്കേതങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ വന്നു ചേർന്നു? ഇതൊരു ദിവസം കൊണ്ട് വന്നതല്ല. ക്രമികമായൊരു സമൂഹത്തിൻ്റെ ജാഗ്രതയിൽ വരുന്ന കുറവ്, പുതിയ പുതിയ ഓരോ ആശയങ്ങളെ പിൻപറ്റി സ്വന്തം ധർമ്മത്തിലും ആചാരത്തിലും ആദരവില്ലാത്തതായി സമൂഹം നീങ്ങുമ്പോൾ ക്രമികമായി സംഭവിച്ച പരിവർത്തനങ്ങളാണ്. അപ്പോഴാണ് അധിനിവേശ ശക്തികൾക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞതും ഈ പരിവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞതും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പഠിച്ചില്ലെങ്കിൽ ആപത്കരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തരം ഇതാ നിങ്ങളുടെ അയ്യപ്പൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇതാ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം. പക്ഷേ ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിച്ചിരിക്കണം. ഈ ഉപാസനാ സമ്പ്രദായം സ്വീകരിക്കാതെ ഇപ്പൊ നോക്കൂ, നമ്മൾ ആരെങ്കിലും നമുക്ക് മൂല്യവത്തല്ല എന്നുള്ള വസ്തു വേറൊരാൾക്ക് കൊടുക്കുവോ? നമുക്ക് ഹറാമായ വസ്തു നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ വാങ്ങുമോ? വാങ്ങില്ല. എന്നിട്ട് ഹറാം അല്ലാത്ത വസ്തു അങ്ങോട്ടും കൊടുക്കുക. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും, വ്യക്തിയായാലും സമൂഹമായാലും നന്മയുള്ളത് എന്ന്
താൻ മനസ്സിലാക്കുന്ന ഒരു ആചാര വ്യവസ്ഥയെ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായി വർത്തിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ വരെ കരുതിയത് ശരിയല്ല, അതുകൊണ്ടാണല്ലോ എനിക്ക് ദേവതോപാസനയുടെ പങ്കുചേരേണ്ടി വന്നത്. കാരണം ഏറ്റവും കൊടിയ പാപമാണത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്. ഏറ്റവും വലിയ ശിർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വിഗ്രഹോപാസനയാണ്. ആ വിഗ്രഹോപാസനയുടെ പങ്ക് പറ്റുന്നതാണ്. ആ പങ്ക് പറ്റിക്കൊണ്ടിരുന്നാൽ അത് അനിസ്ലാമികമാണ്. അനിസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ, ഇസ്ലാമികമായത് ക്ഷേത്ര സങ്കേതത്തിൽ വയ്യ. അഥവാ ഇസ്ലാമികമാണെങ്കിൽ അവിടെ ക്ഷേത്രവും വയ്യ. ഏതാൻ തീരുമാനിക്കുക. അല്ലാതെ യുക്തിരഹിതമായി, അതിന് വേറെ ഉണ്ടല്ലോ, ശരണം വിളിക്കുമ്പോൾ പറയാറുണ്ട് അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ എന്നൊക്കെ. അങ്ങനെ എല്ലാ കാലം അറിവില്ലാതായാൽ പറ്റുമോ? അതിൻ്റെ പിന്നാലെ പറയുന്നില്ല അറിവും ബോധവും തരണേന്നും പറയാറില്ലേ? അങ്ങനെയില്ല. അല്ല, ഞാൻ അറിവില്ലാ പൈതാണ് ഭഗവാനെ, എന്നെ എല്ലാ കാലവും അറിവില്ലാത്ത ആളായി തന്നെ നിലനിർത്തണമെന്ന് ആരെങ്കിലും ശരണം വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ അറിവില്ലാ പൈതാണ്, ഇന്നലെ വരെ അങ്ങനെ അറിവില്ലാ പൈതായിട്ട് കുറേയൊക്കെ പലതും ചെയ്തു പോയി, സാരമില്ല. ഇന്നിപ്പോൾ ഞാൻ അറിവുള്ള പൈതായിരിക്കുക, അതുകൊണ്ട് എൻ്റെ ആചരണങ്ങളിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തിയേ മതിയാവൂ എന്ന് പറയാവുന്ന ജാഗ്രത അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ മനസ്സിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഉപാസനയുടെ ഫലമാവും. ഇല്ലെങ്കിൽ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഈ ചൂഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ലപോലെ ഗൗരവ ബുദ്ധിയോടുകൂടി കാണുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന് മുമ്പിൽ പറയാനുള്ളത്.